എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തില് സ്നേഹവന്ദനം. ജീവനും ജീവിതവും അതിന്റെ 169ാമത്തെ സെഷനിലേക്ക് നമ്മൾ എത്തി. ജീവൻ ലഭിച്ച നമുക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുയേശുവിൽ സഫലമായിട്ട് തീരേണ്ടതിന് ആവശ്യമായിരിക്കുന്ന പ്രബോധനങ്ങള്, ചർച്ചകള്, ചിന്തകള് ഒക്കെയാണല്ലോ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ലക്ഷ്യമിട്ടത്. ഇന്ന് വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് മുൻപിലുള്ളത്. നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തു വിശ്വാസിയുടെ നിത്യത എന്നുള്ളതായിരിക്കുന്ന ആ ഒരു മനോഹരമായിരിക്കുന്ന അതിനെ നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതായിരിക്കുന്ന അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവുകൾ, അതിനെ സംബന്ധിച്ചതായിരിക്കുന്ന ഒരു ചെറിയ വിചിന്തനമാണല്ലോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മരണത്തിന് ശേഷമുള്ളതായിരിക്കുന്ന ജീവിതം അല്ലെങ്കിൽ സ്വർഗം, മോക്ഷം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ആശയം വ്യത്യസ്തമായിരിക്കുന്ന നിലയിൽ ഒട്ടുമിക്ക മതസങ്കല്പങ്ങളിലും അതിന്റെ വിശ്വാസങ്ങളിലും നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ നിത്യത എന്നുള്ളത് അതിന്റെ സ്വഭാവത്തിലും അതിന്റെ അനുഗ്രഹ സമൃദ്ധിയിലും അത് അദ്വിതീയമാണ് എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ നിസ്തുല്യമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് അവിടെ ദൈവവചനത്തിന്റെ താളുകളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിന്റെ അനുഗ്രഹവും അതിന്റെ തേജസ്സും ഒക്കെ എത്രത്തോളം എന്നൊന്നും നമുക്ക് തീർത്തും പറയുവാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മള് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാണല്ലോ നാം വായിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഒരു വിശ്വാസിയുടെ, സാധാരണക്കാരായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തെ നിത്യതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളും അതിന് ഈ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള, കണ്ണിന് കാണാൻ കഴിയുന്ന ഇല്ലെങ്കിൽ ചെവികൾക്ക് കേൾക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയല്ല, ഒരു അർദ്ധസത്യങ്ങളൊക്കെ ആ കാര്യത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചില കൺവെൻഷനുകളിലൊക്കെ ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരും, ഇന്ന് കർത്താവ് ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ എല്ലാ സകല പ്രശ്നവും തീർക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കാളും ആള് കൂടുന്നത് അവരെ പ്രചോദിപ്പിക്കുന്നതായിരിക്കുന്ന അവരുടെ ഭൗതിക ചിന്തകളും ഇല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന തെറ്റിദ്ധാരണകളും അർത്ഥസത്യങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ നന്മകളെ കുറിച്ചുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങളാണ്. വേറെ ചിലർ പ്രചോദിപ്പിക്കുന്ന ഈ ലോകത്തിൽ ആഗ്രഹിച്ചതും എന്നാൽ കിട്ടാത്തതുമായിരിക്കുന്ന ചില ജഡികമായിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അവിടെ കിട്ടും എന്ന് ചിന്തിക്കുന്നതായിരിക്കും. പല ആളുകളോട് ചോദിക്കുമ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന സ്വർണ്ണ തെരുവീതികളും അവിടെ മുത്തിൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ആ കെട്ടിടങ്ങളും വീതികളും അങ്ങനെയുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങളിലാണ് അവരുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് കാണാനായിട്ട് പ്രയാസമില്ല. എന്നാൽ വാസ്തവത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രചോദനമായിരിക്കേണ്ടത്? നമ്മളിവിടെ ഒരുപാട് കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അരിഷ്ടതകൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ ഇതിനപ്പുറമായിട്ട് നമ്മുടെ കർത്താവിനോട് കൂടെ ഉള്ളതായിരിക്കുന്ന ദൈവമായിട്ട് തന്റെ മക്കളോടൊത്ത് വസിക്കുന്നതായിരിക്കുന്ന ആ ഒരു ജീവിതം ഇല്ലെങ്കിൽ ആ ഒരു സ്ഥിതി, അതല്ലേ വാസ്തവത്തിൽ നമ്മെ പ്രചോദിപ്പിക്കുന്നത്? അതല്ലേ വാസ്തവമായിട്ട് നമ്മുടെ പ്രചോദനമായിട്ട് ഇരിക്കേണ്ടത്? വസ്തു നിബദ്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കാൾ അല്ലെങ്കിൽ സ്ഥലനിബദ്ധമായിരിക്കുന്ന ചില സംഭവങ്ങളെക്കാൾ ദൈവ അനുഭവവും ദൈവത്തിന്റെ ആ കൂട്ടായ്മയും ദൈവത്തിന്റെ സാന്നിധ്യവും അതിന്റെ തേജസ്സും അതിന്റെ അനുഗ്രഹവും ഒക്കെയല്ലേ നമ്മളെ വാസ്തവത്തിൽ പ്രചോദിപ്പിക്കേണ്ടത്? ഇതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ധാരണയും കാഴ്ചയും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നിത്യതയെക്കുറിച്ച് ഉള്ള സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഇന്ന് ആരംഭിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന നാളിൽ ആരംഭിക്കുകയും അത് അങ്ങനെ വളർന്ന് നിത്യതയിൽ അത് പൂർണ്ണമാവുകയും ചെയ്യുന്നതായിരിക്കുന്ന രക്ഷയുടെ ആ പുതുജീവിതത്തില് അതിന്റെ അവസാനമായിട്ട് നമുക്ക് ലഭിക്കുവാനായിട്ടിരിക്കുന്ന ആ അനുഗ്രഹങ്ങളും അതിന്റെ തേജസ്സും അതിന്റെ നന്മയും ഒക്കെ ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നിടത്തോളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ചില നിമിഷങ്ങൾ
ചെലവഴിക്കാം. അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വിചിന്തനമാണല്ലോ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയ സെലസ്റ്റിൻ സഹോദരനെ അതിനായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കാനും ചിന്തിക്കാനും ദൈവം ഒരുക്കിയതായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഉന്നത സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ഇരിക്കുന്നത് ക്രിസ്തു വിശ്വാസിയുടെ നിത്യത എന്നതായ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ദേവബ്രദർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിലാണ് ഈ വിഷയത്തെക്കുറിച്ച് വായിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ എനിക്ക് തോന്നി ഈ വിഷയത്തെക്കുറിച്ച് അല്പം കൂടെ നേരത്തെ തന്നെ വായിച്ച് തുടങ്ങേണ്ടുന്ന വിഷയമായിരുന്നു എന്ന് തോന്നി. കാരണം വളരെയേറെ കാര്യങ്ങൾ ചിന്തിക്കാനും വായിക്കാനും മനസ്സിലാക്കാനുമായിട്ട് സാധിക്കുന്നതായ ഒരു വിഷയമാണ്. മാത്രമല്ല വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ആളുകൾ വിശ്വാസ ഗോളത്തിൽ തന്നെ ഈ വിഷയം സംബന്ധിച്ചുണ്ട് എന്നുള്ളത്, അതും ഭക്തരായിട്ടുള്ള പല ആളുകൾ പല വീക്ഷണകോണിലൂടെ ഈ ഒരു വിശ്വാസിയുടെ നിത്യത സംബന്ധിച്ച് പല ആശയങ്ങളെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഈ ട്രഡീഷണൽ വ്യൂ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതുപോലെ ന്യൂ എർത്ത് പെർസ്പെക്റ്റീവ് എന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു പ്രബലരായ ഒരു കൂട്ടരുണ്ട്. അതുപോലെ ഹെവൻ ഓൺ എർത്ത് വ്യൂ എന്ന് പറയുന്ന വ്യൂ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ നിലകളിലൊക്കെ ഈ വിഷയത്തെ കാണുകയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ആളുകളും അവരുടെ എഴുത്തുകളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ ധാരാളം നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് ധാരാളം വായിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ടുള്ളതായ ഒരു ശ്രമം നടത്തിയാൽ വളരെയധികം വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായകരമായ നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നതായ ഒരു വിഷയമാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ നിത്യത എന്ന ഒരു വിഷയം. സ്വർഗത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഉള്ളതായ ചിന്താഗതികൾ ആളുകളുടെ ഇടയിൽ പല നിലകളിലാണ് ഉള്ളത്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഇതൊരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്തോ ഒന്ന് എന്നുള്ള നിലയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. ഒരു നല്ല അവസ്ഥ എന്നൊക്കെ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇത് കേവലം ഒരു ഇമാജിനറി പ്ലേസ് അല്ല, ഒരു സങ്കല്പ സ്ഥലമല്ല എന്നുള്ളത് വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒന്നാണ്. തിരുവചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഈ സ്വർഗം എന്നൊക്കെയുള്ളതായ പ്രയോഗം ഏതാണ്ട് 550ഓളം പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായ ഒരു പ്രയോഗമാണ്. 550ഓളം പ്രാവശ്യം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് പരിചയമുള്ള വാക്കുകളായിരിക്കും. ഇവർ ഭാഷയിലെ ഷമായി എന്ന് പറയുന്ന ഒരു വാക്ക് ഈ സ്വർഗത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അത് ഹൈറ്റ്സ്, ഉന്നതമായിട്ടുള്ള ഉയർന്നിരിക്കുന്ന ആ ഒരു ആശയത്തില് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തില് ഗ്രീക്ക് ഭാഷയില് ഊരാനോസ് എന്ന് പറയുന്ന ഒരു പദവും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ളതിനെ കുറിച്ച് നമുക്ക് പരിചയം കാണും. ആ വാക്കിന്റെ അർത്ഥം ദാറ്റ് വിച്ച് ഈസ് റൈസ്ഡ് അപ്പ്, ഉയർത്തപ്പെട്ട അവസ്ഥയിലുള്ളതായ ഏതോ ഒന്ന് എന്നുള്ള അർത്ഥത്തില് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സംതിങ് ദാറ്റ് ഈസ് ഹൈ ആൻഡ് റൈസ്ഡ് അപ്പ്, ആ ഒരു അർത്ഥത്തില് ഉന്നതമായ ഉയർന്നിരിക്കുന്ന ഒന്ന് എന്നുള്ള നിലയിൽ ഈ സ്വർഗത്തെ ആ ഒരു ആശയത്തില് നമുക്ക് തിരുവചനത്തില് ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട്. വിശ്വാസിയുടെ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ആമുഖമായിട്ട് 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിലപിടിച്ചതായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗത്തിലാണ്. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു യാഥാർത്ഥ്യമാണ്. വിലപിടിച്ചതായിട്ട് മൂല്യമുള്ളതായിട്ട് നിലനിൽക്കുന്നതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തെ 9-ാമത്തെ വരുമ്പോൾ കർത്താവ് പ്രാർത്ഥനയായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത്
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഉള്ളതായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിന്റെയും ഉറവിടമായ പിതാവായ ദൈവം എവിടെയാണ് എന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ്. ധാരാളം വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായർ 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതായ ഒരു കാര്യം കാണാനായിട്ട് കഴിയും. എബ്രായർ 9:24 ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പോൾ പിതാവായ ദൈവം എവിടെയാന്ന് നമ്മൾ കണ്ടു, സ്വർഗത്തിലാണ്. പുത്രനായ യേശു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് സ്വർഗത്തിലാണ്. പുത്രനായ യേശുവും സ്വർഗത്തിലാണ്. എബ്രായർ 12:23 വാക്യത്തിലേക്ക് വരുമ്പോൾ പഴയ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വാക്യത്തിൽ പറയുന്നത് അതും സ്വർഗത്തിലാണ്. പഴയ പുതിയ നിയമ വിശുദ്ധന്മാരുടെ എല്ലാം ആത്മാക്കൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിലാണ് എന്ന് എബ്രായർ 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പേരുകൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നുണ്ട്, ഭൂതങ്ങൾ നിങ്ങളൊക്കെ കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിക്കും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരുകൾ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യം നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്, നമ്മുടെ പൗരത്വത്തെ കുറിച്ചാണ്. പൗലോസ് പറയുന്നത് നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാണ്, അതും സ്വർഗത്തിലാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 അതിന്റെ 12-ാമത്തെ വാക്യം. ആ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇറ്റേണൽ റിവാർഡ്, നമ്മുടെ പ്രതിഫലം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴേക്കുള്ളതായ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും, 20-ാം വാക്യം, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിക്ഷേപം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്വർഗത്തിലാണ്. നോക്കിയാ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ കണ്ടു. നമ്മുടെ എല്ലാത്തിന്റെയും ഉറവിടമായ പിതാവായ ദൈവം സ്വർഗത്തിലാണ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലാണ്. പഴയ പുതിയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കള് സ്വർഗത്തിലാണ്. നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുപോലെ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണ്. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂല്യമേറിയതും നിലനിൽക്കുന്നതും നിത്യവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇതെല്ലാം സ്വർഗത്തിലാണെന്നുള്ളതാണ്. ഇതെല്ലാം സ്വർഗത്തിലാണ്. ഇതൊന്നും ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തില് ഈ ഒരു നിത്യതയുടെ വെളിച്ചത്തിലാണ് അവൻ ജീവിക്കേണ്ടത്. അവൻ ജീവിക്കേണ്ടത് അങ്ങനെയാണ്. കാരണം നിലനിൽക്കുന്നതായിട്ടുള്ള മൂല്യമേറിയതായിട്ടുള്ള യാതൊന്നും ഈ ഭൂമിയിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് ഇതൊക്കെ സ്വർഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന കാര്യം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം പ്രാധാന്യമുള്ളതായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത് കേവലം ഒരു ഇമാജിനറി പ്ലേസ് ആയിട്ട് ഒരിക്കലും നമുക്ക് കാണാനോ ചിന്തിക്കാനോ സാധിക്കുകയില്ല. വളരെയധികം നിലനിൽക്കുന്നതായ കാര്യങ്ങളൊക്കെ, നിത്യമായ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇതൊക്കെ സ്വർഗത്തിലാണ് എന്ന കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല.
ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. പൗലോസോട് പറയുന്നത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണെങ്കിലും വേഗത്തിൽ ഒന്ന് പരാമർശിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ഈ ഭൂമിക്ക് തൊട്ടു മുകളിലുള്ളതായ ഈ അന്തരീക്ഷ വായുവാണ് നമ്മൾ വാസ്തവത്തിൽ ശ്വസിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്നതായിട്ടുള്ള ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് ഈ പറയും ട്രോപ്പോസ്ഫിയർ, നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കും. അപ്പൊ ഇതിനെ വാസ്തവത്തിൽ ഈ ഒരു വായുമണ്ഡലത്തെ തിരുവചനം വിളിക്കുന്നത് സ്വർഗം എന്നുള്ള അർത്ഥത്തിലാണ്. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഇംഗ്ലീഷിലാണെങ്കിൽ as the heavens are higher than the earth. അപ്പോൾ ഭൂമിയിലേക്ക് മഞ്ഞ്, മഴ ഇതെല്ലാം അയക്കപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാസ്തവത്തില് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഒന്നാം സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം ഇതിനപ്പുറം ഈ പ്ലാനറ്ററി ഏറിയ സൂര്യനും ചന്ദ്രനും അനേകായിരം ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾക്കും വേണ്ടിയുള്ളതായ ആ ഒരു ഭാഗം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും സ്വർഗം എന്നുള്ള പരാമർശം നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. പിന്നെയും മൂന്നാമത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ ആ മൂന്നാം സ്വർഗം, ഡിവൈൻ ഹെവൻ, ദൈവം അധിവസിക്കുന്നതായ സ്ഥലം, ദൈവാധിവാസത്തിന്റെ സ്ഥലം, ശുദ്ധ ദൂതന്മാര്, എല്ലാ യുഗങ്ങളിലും വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനം, ദൈവജനത്തിന്റെ ആത്മാവൊക്കെ ഉള്ളതായ സ്ഥലം എന്ന അർത്ഥത്തില് മൂന്നാം സ്വർഗം എന്നുള്ളൊരു പരാമർശവും നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവാധിവാസമുള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് വേദപുസ്തകത്തിൽ അനേകം തെളിവുകള് പഴയ നിയമങ്ങളിലും പുതിയ നിയമങ്ങളിലും ഒക്കെ ആയിട്ട് ദൈവം അധിവസിക്കുന്ന സ്ഥലം എന്നുള്ള, അത് ഏത് നിലയിലാണ് എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. എന്തൊക്കെയാണെങ്കിലും അതിനെക്കുറിച്ച് അനേക വട്ടം കർത്താവായ യേശു ക്രിസ്തുവും അതോടൊപ്പം തന്നെ പഴയ നിയമങ്ങളിലെ പ്രവാചകന്മാരൊക്കെ ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാനും കാണാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള നെല്ല് പൗലോസ് അവിടെ പറയുന്നത് കാണാനായിട്ട് നമ്മൾ സാധിക്കും. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, സ്വർഗത്തിലാണ് ദൈവമായിരിക്കുന്നത്. എന്നാലും നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ സ്വർഗത്തിലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ ഭൂമിയിലാണ്. പക്ഷേ അതോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, വി ആർ അണ്ടർ ദ ഡൊമീനിയൻ ഓഫ് ദ കിങ് ഓഫ് ഹെവൻ. ഈ സ്വർഗത്തിന്റെ ഭരണാധികാരിയുടെ കീഴിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. പൗലോസ് പറയുമ്പോൾ ഈ ദൈവഭരണത്തിന്റെ കീഴിലേക്ക് നാം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തില് നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ന്യൂ ഓർഡറിന്റെ കീഴിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. പുതിയൊരു കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. പുതിയൊരു ഫെലോഷിപ്പ് ദൈവവുമായിട്ട്, യേശു ക്രിസ്തുവുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവും ഒക്കെ ആയിട്ട് പുതിയ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. സന്തോഷത്തിന്റെ, ആത്മീയ സന്തോഷം, സമാധാനം, പ്രത്യാശ, വിശുദ്ധിയുടെ അനുഭവം, അന്യോന്യ സ്നേഹത്തിന്റെ അനുഭവം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്വർഗത്തിലെ ഈ ഒരു അനുഭവത്തിന്റെ ഒക്കെ ചെറിയൊരു എക്സ്പീരിയൻസ് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാനായിട്ട് വാസ്തവത്തില് ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം അനുവദിച്ചിരിക്കുന്നു. അതിന്റെ പൂർണ്ണതയിൽ നമുക്കൊന്നും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ തന്നെ അതിന്റെ ചെറിയ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവവേദ്യമാക്കുവാനുള്ള ഒരു ക്രമീകരണം ദൈവം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ജോൺ മക്കാർവർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ, അദ്ദേഹം അടുത്തിടയ്ക്ക് മരിച്ചു പോയല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ വെച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇത് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും കോമൺ ആയ ഒരവസ്ഥയുടെ ഒരു ചെറിയ സാമ്പിൾ ടേസ്റ്റ് മാത്രമാണെന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ചില സമയങ്ങൾ പ്രമാണമായിട്ട് ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സമയങ്ങളിലൊക്കെ പല സമയങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നതായ ഉന്നതമായ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ വളരെ കോമൺ ആയ ആ ഒരു അവസ്ഥയുടെ ചെറിയ ഒരു ടേസ്റ്റ് മാത്രമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഒരു വിഷയത്തിലേക്ക് തന്നെ പിന്നെ നമ്മൾ വരുമ്പോൾ സ്വർഗം എവിടെയാണ്?
എന്നൊക്കെയുള്ളതായ ചിന്താവിഷയങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സാധാരണഗതിയിൽ പറയുമ്പോൾ സ്വർഗം എവിടെയാണ്? അത് മുകളിലാണ്. മുകളിൽ എവിടെ? ചോദ്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചതായ ഭാഗത്ത് തന്നെ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം പർദീസയോളം എടുക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് നമ്മളോട് വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തു അവൻ വാനമേഖലയിൽ പോകുന്നത് ശിഷ്യന്മാര് മുകളിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഇത് എവിടെയാണ് ഈ മൂന്നാം സ്വർഗം? ഉയരത്തില് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ എന്ത് ദൂരം വരും? ഭയങ്കര ചോദ്യങ്ങളാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് ജോൺ മക്കാർത്തർ തന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില പ്രസംഗങ്ങള് കാര്യങ്ങളൊക്കെ വായിക്കാനായിട്ട് ഇടയായി. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് അവതരിപ്പിച്ചതായ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം പറയുന്നതായിട്ട് ഒരു കാര്യം, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഏതാണ്ട് 2,11,463 മൈല് ദൂരമുണ്ട്. ഒരു ദിവസം ഏതാണ്ട് ഒരു 24 മൈൽ വെച്ച് യാത്ര ചെയ്യുവാണെങ്കിൽ, നടക്കുവാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 27 വർഷം കൊണ്ട് എത്തപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു അകലമാണ് ചന്ദ്രനിലേക്ക് ഉള്ളത്. ഒരു പ്രകാശമാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ ചന്ദ്രനിലേക്ക് എത്താനായിട്ട് ഏതാണ്ട് 1.5 സെക്കൻഡ് സമയം വേണമെന്നുള്ളതാണ്. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡില് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 1.5 സെക്കൻഡ് സമയം കൊണ്ട് എത്താനായിട്ട് പറ്റും. ബുധനിലേക്ക് ആണെങ്കിൽ പ്രകാശത്തിന് കടന്നു ചെല്ലാനായിട്ട് ഏതാണ്ട് 4.5 മിനിറ്റ് സമയം വേണമെന്നുള്ളതാണ്. 50 മില്യണോളം മൈൽ ദൂരമുണ്ട്. ഏതാണ്ട് 4.5 മിനിറ്റ് സമയം കൊണ്ട് പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്താനായിട്ട് പറ്റും. ചൊവ്വയിലേക്കാണ് ഏതാണ്ട് ഒരു 4 മിനിറ്റ് 21 സെക്കൻഡ് സമയം എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് എത്താനായിട്ട് പറ്റും. ജൂപ്പിറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്ട് 35 മിനിറ്റ് 11 സെക്കൻഡ് സമയം എടുക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററിലേക്ക് വേണേൽ എത്താനായിട്ട് പറ്റും. ശനിയിലേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂറിൽ ചെല്ലുവാന സമയം വേണം പ്രകാശം സഞ്ചരിച്ച് അവിടെ എത്താനായിട്ട്. കാരണം അത്ര അകലയിലാണ്. പ്ലൂട്ടോയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പൊ എന്നാലും സ്വർഗത്തിലാകുമോ, എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാകില്ല. കാരണം ഈ ഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതായ ഒരു പ്ലാനറ്ററി ഏറിയയിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ ഭൂമിയുടെ വ്യാസത്തെ കുറിച്ച് തന്നെ പറയാൻ ഏതാണ്ട് 8,000-ഓളം മൈല് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൂര്യൻ ഈ ഒരു ഗാലക്സിയിലെ ആ ഒരു നക്ഷത്രം മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ ബില്യൺസ് കണക്കിന് നക്ഷത്രങ്ങള് കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഇനി ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗാലക്സി കവർ ചെയ്യാനായിട്ട് ഏതാണ്ട് 1 ലക്ഷം പ്രകാശവർഷം വേണ്ടി വരും എന്നുള്ളതാണ്. 1 ലക്ഷം പ്രകാശവർഷം. പ്രകാശം ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ വെച്ച് 1 ലക്ഷം വർഷം യാത്ര ചെയ്താലാണ് ഒരു ഗാലക്സി കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ധാരാളം ഗാലക്സികൾ അടങ്ങിയിട്ടുള്ളതായ ഒന്നാണ് ഈ ഒരു പ്ലാനറ്ററി വേൾഡ് എന്ന് പറയുന്നതായിട്ട് ആ ഒരു ഏരിയ. അപ്പൊ ആ കുരിശിലെ കള്ളനോട് എന്താ പറയുന്നത്? ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് അതാണ് വേഗത എന്നുള്ളതാണ്. അതാണ് വേഗത. അപ്പൊ ഇതെങ്ങനെ സാധിക്കും? നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പൗലോസും പറയുന്നത് ഞാൻ പോയി വന്നു എന്നുള്ളതാണ്. പോയി വന്നു. അപ്പൊ ഒരർത്ഥത്തില് സ്വർഗം ഉയരത്തിലാണ്, അകലെയാണ്, എന്നാൽ അതേസമയം അത് വളരെ അടുത്തുമാണ് എന്ന് ഒരർത്ഥത്തില് വേണമെങ്കിൽ ചിന്തിക്കാനും പറയാനും ഒക്കെ ആയിട്ട് സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഈ നിത്യതയുടെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ അധികം ചിന്തിക്കാറില്ല. അതിനുശേഷം അവര് സാധാരണ കഥകളിലൊക്കെ കാണുന്ന പോലെ ദീർഘകാലം വസിച്ചു എന്നൊക്കെയുള്ളതായ ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ ഉള്ളൂ. പൊതുവെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെ കുറിച്ച് സാധാരണഗതിയിൽ മനുഷ്യർ അത്രയൊക്കെ ചിന്തിക്കുകയുള്ളൂ. വിശ്വാസികൾ തന്നെയാണെങ്കിലും ഒരുപക്ഷെ വലിയ കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് മരണശേഷം ഒറ്റയടിക്ക് ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൈവരും എന്നൊക്കെയുള്ള നിലയിൽ സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ട്. എന്നാല് തിരുവചനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല യാഥാർത്ഥ്യങ്ങൾ എന്ന കാര്യം പല നിലകളിൽ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ ആയിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മരണപ്പെട്ടതായ ദൈവമക്കളെല്ലാം കർത്താവിനോടൊപ്പമാണ്. എന്നാൽ അതേസമയം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതൊക്കെ അവർ പ്രാപിച്ചു എന്നൊരിക്കലും പറയുവാനായിട്ട് സാധിക്കില്ല. നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മരണപ്പെട്ടു, അവരുടെ ആത്മാവ് കർത്താവിനോടൊപ്പമാണ്. എന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ
ആ സമയത്ത് അവർക്ക് ലഭിച്ചു എന്നൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. അവർ പിന്നെയും തങ്ങളുടെ ശരീരത്തിന്റെ പുനരുത്ഥാനത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. അത് എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ മടങ്ങി വരവിലാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഉടനടി എന്ത് സംഭവിക്കുന്നു? വേദോസ്തം പറയുന്നത്, ഈ വാക്യം പറയുന്ന പോലെ തന്നെ കർത്താവിനോടൊപ്പമാണ് അദ്ദേഹം ചേർക്കപ്പെടുന്നത്. അതല്ലാതെ അവസാന സ്റ്റേജിന്, ആ ഒരു അവസാന അവസ്ഥയ്ക്ക് എത്തുന്നതിന് മുൻപുള്ളതായ ആ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിനെ കുറിച്ചൊന്നും വേദപുസ്തകത്തില് അധികം വിശദാംശങ്ങൾ പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അതിന്റെ കാരണം വേദപുസ്തകത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ല. ഞാൻ അതെന്താന്നുള്ള കാര്യം പുറകെ വിശദീകരിക്കുന്നുണ്ട്. അതിനപ്പുറം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും പുനരുദ്ധാനവും ന്യായവിധിയും അതോടൊപ്പം എല്ലാത്തിന്റെ യഥാസ്ഥാപനം, റെസ്റ്റോറേഷൻ, ഇതൊക്കെയാണ് വാസ്തവത്തില് അതിന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ ഓരോ കാലഘട്ടങ്ങളില് തിയോളജിയന്മാരായിട്ടുള്ള ആളുകൾക്ക് സ്വർഗത്തെ കുറിച്ച് ഉള്ളതായ അവരുടെ ചിന്തകള് പല നിലകളിലാണ്. ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഐറേനിയസ്, അദ്ദേഹത്തിന്റെ ചിന്താഗതിയില് അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു പുതിയ ആകാശവും ഭൂമിയുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താഗതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറയുന്നത് ഈ ഭൂമിയെ ദൈവം പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയില്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിന്ത എങ്ങനെയാണ്, വിശ്വാസികളില് ഏറ്റവും കുറവ് പ്രതിഫലം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആളുകള് അവർ മിക്കവാറും ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും. ഏതാണ്ട് 60 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ആളുകള് അവരേതാണ്ട് ഒരു 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 മിഡ്ലിംഗ് പാരഡൈസ് പോലെ ഉള്ളതായ ആ ഒരു സ്ഥലത്തായിരിക്കും. അതിനപ്പുറം 100 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ആളുകള് അവർ സ്വർഗത്തിലെ നിത്യകാലമായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പല എഴുത്തുകളിൽ ആ കാലഘട്ടങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്താഗതി. അങ്ങനെയൊക്കെയാണ് 1224 മുതൽ 1274 വരെയുള്ള സമയത്ത് തോമസ് അക്വൈനാസ് അദ്ദേഹത്തിന്റെ ചിന്താഗതി അനുസരിച്ച് തീ പൂർണ്ണമായിട്ടും ഭൂമിയെ നശിപ്പിക്കുകയില്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇതിലെ തിന്മയായിട്ടുള്ളതും അധാർമികമായിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ അത് നശിപ്പിക്കും. എന്നാൽ നീതിമാനെയും പാപികളെയും ഒക്കെ അഗ്നി ഒരേ സമയം വിഴുങ്ങും, പക്ഷെ നീതിമാന് വേദന ഒരിക്കലും അനുഭവപ്പെടുകയില്ല. അതിനെ തുടർന്ന് ദൈവം ഈ ലോകത്തെയും അതുപോലെ നീതിമാന്മാരുടെ ശരീരത്തെ ഒക്കെ ദൈവം പുതുക്കും. ഇതുവരെയും നാം കാണാത്തതും കാണുവാനും അറിയാത്തതും മനസ്സിലാക്കുവാനും ഒക്കെ ആയിട്ട് നമ്മൾ അതുവഴി പ്രാപ്തന്മാരായിട്ട് തീരുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഉള്ളത്. മാർട്ടിൻ ലൂതർ അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ ചില കാര്യങ്ങൾ ഈ നിലയിലാണ്. മാർട്ടിൻ ലൂതർ പറയുന്നത്, ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നിത്യതയുടെ നാളില് സമയം പോകാനായിട്ട് നാം എന്ത് ചെയ്യും എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. കാരണം അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ. വലിയ അധ്വാനങ്ങളില്ല, ഭക്ഷണമില്ല. അദ്ദേഹത്തിന്റെ ചിന്തകൾ അങ്ങനെയൊക്കെയാണ്. മറ്റ് പാനീയങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, മറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നാൽ ദൈവത്തിൽ നാം ബിസി ആയിട്ടിരിക്കാൻ പാകത്തിന് ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് താൻ പ്രവേശിക്കാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് എത്രത്തോളം അറിവുള്ളവനാണോ അതിനും അപ്പുറം നിത്യതയെക്കുറിച്ച് നമുക്കും കൂടുതലൊന്നും വ്യക്തതയില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ അദ്ദേഹം പറയുന്നതായ ചില പ്രസ്താവനകൾ എന്ന് വായിക്കുവാനായിട്ട് ഇടവന്നു. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് മരണശേഷം വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുക? അവരുടെ ഭൗതിക ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ അവരുടെ അഭൗതികമായ ഭാഗത്തിന്, അവരുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, മരണശേഷം ഉടനെ തന്നെ അവരുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയോ അതോ അതിനു മുൻപായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? ധാരാളം ചോദ്യങ്ങളുണ്ട്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആത്യന്തികമായ ഒരു പുനരുത്ഥാനത്തെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലാണ് എത്തുന്നത് എങ്കിൽ പിന്നീട് നമുക്കൊരു ശരീരത്തിന്റെ ആവശ്യം എന്താണ്? ഒരു ചോദ്യമാണ്. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്യോന്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? ഒരു ശിശു ശൈശവ പ്രായത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാല് പുനരുത്ഥാന സമയത്ത് ഒരു മുതിർന്ന വ്യക്തിയായിട്ടാണോ പുനരുത്ഥാനത്തിൽ സംഭവിക്കുക? അങ്ങനെ ആയിരിക്കുമോ? വിശ്വാസികൾ പുനരുത്ഥാനം ചെയ്യപ്പെടുകയും
മഹത്വീകരിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ എന്താണ് അടുത്തത്? കൂടുതൽ ക്രിയാത്മകമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടോ? മരണശേഷമുള്ളതായ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ചിന്തിക്കാനും ചോദിക്കാനും ഒക്കെ ആയിട്ടുണ്ട്. എന്നാൽ എല്ലാ ചോദ്യങ്ങളെയും വേദപുസ്തകം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നത് വാസ്തവമാണ്. എങ്കിൽ തന്നെയും നമുക്ക് ഉത്തരം ലഭിക്കാനായിട്ട് കഴിയുന്ന പല വിവരണങ്ങളും വേദപുസ്തകത്തിലുണ്ട്. തിരുവചനം അനുസരിച്ച് നാം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയുന്ന ആളുകള് നിത്യതയുടെ ആ ഒരു അങ്ങേ അറ്റത്തേക്ക് എത്തുന്നതിന് മുൻപായിട്ട് പല സംഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അനുഭവവേദ്യമാക്കേണ്ടതായിട്ട് നിരവധി സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് ഈ അന്ത്യകാല സംഭവങ്ങളുടെ ആ ഒരു പോക്ക് ചുരുങ്ങിയ ഒരു വിവരണം പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ആ ഒരു വിഷയത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ ഒരു ലോകത്തില് ഈ ഒരു യുഗത്തിന്റെ അവസാന സമയങ്ങളിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ത്യകാലത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അന്ത്യകാലത്തിന്റെ അന്ത്യകാല സമയത്തായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അതിഭയാനകമായ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും സമയങ്ങൾ വരുവാനായിട്ട് ഉണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആ ബുദ്ധിമുട്ട് ഏറ്റവും കൂടിയതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 70ാമത്തെ ആഴ്ചവട്ടമാണ്. അതിന്റെ വിവരണങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ തന്റെ മടങ്ങി വരവിനെ കുറിച്ച് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തായിരിക്കാം ആ മടങ്ങി വരവ് എന്നത് സംബന്ധിച്ച് പല ചർച്ചകള്, ഡിബേറ്റുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ള കാര്യത്തില് ആർക്കും തർക്കമില്ലാതെ എല്ലാവരും ഒരുപോലെ സമ്മതിക്കും. ഇത് മഹോപദ്രവ കാലഘട്ടത്തിന് മുന്നമാണോ, ഇടയ്ക്ക് വെച്ചാണോ, അതോ അതിന്റെ അവസാന ഭാഗത്ത് വെച്ചാണോ എന്നൊക്കെ ഉള്ളത് പല നിലകളിലുള്ളതായ ചർച്ചാഗതികള് ഉണ്ട്. എങ്കിലും കർത്താവ് മഹോപദ്രവത്തിന്റെ മുന്നമേ അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിൽ വെച്ച് ഒക്കെ വരും എന്ന് ചിന്തിക്കുന്ന ആളുകള് അവര് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് മരിച്ചുപോയ വിശുദ്ധന്മാരും അതുപോലെ ജീവിച്ചിരിക്കുന്ന സഭയിലെ വിശ്വാസികളും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. നമ്മൾ പറയുന്ന ഉൽപ്രാവണം അത് സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് വാസ്തവത്തില് ഈ ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ മഹോപദ്രവ കാലത്തിന്റെ അവസാനത്തിലാണ് ഒരുപക്ഷെ ക്രിസ്തു വരുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകള് അവർ മനസ്സിലാക്കുന്നത് വിശ്വാസികള് ഒരുപക്ഷെ നേരെ പെട്ടെന്ന് അവർ സ്വർഗത്തിലേക്ക് ആ നിലയിലേക്ക് പോകുന്നില്ല. അതിന് പകരം ക്രിസ്തുവിനെ എതിരേൽപ്പാനായിട്ട് അവർ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവനെ അകമ്പടി സേവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ഈ ഭൂമിയിലേക്ക് തന്നെ വരും എന്നൊക്കെയാണ് അവർ വാസ്തവത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പോക്കനുസരിച്ച് അതിനുശേഷം സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരും, തന്റെ രാജ്യം സ്ഥാപിക്കും. ഇതൊക്കെയാണ് പൊതുവില് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ. ഇതിന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടേക്കാം. എന്തൊക്കെയാണെങ്കിലും മഹോപദ്രവ കാലഘട്ടത്തിന് ശേഷം ക്രിസ്തു ഭൂമിയിലേക്ക് വരും, തന്റെ രാജ്യം സ്ഥാപിക്കും. ഇതില് പഴയ നിയമ ഭക്തന്മാരും ഒരുപക്ഷെ സഭയും അതുപോലെ പീഡന കാലയളവില് മരണപ്പെട്ടതായ വിശ്വാസികളും ഒക്കെ പങ്കാളികളാകും. അതിനുള്ള സൂചനകളൊക്കെ കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിന്റെ 4ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളതായ പല സൂചനകളും കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കാനായിട്ട് പോകുന്ന ഈ ഒരു രാജ്യത്തെയാണ് മില്ലേനിയൽ കിങ്ഡം എന്നൊക്കെയുള്ള നിലയിൽ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഏകദേശം 1000ഓളം വർഷം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിനും അതിനെ തുടർന്ന് നടക്കുന്നതായ വെള്ളസിംഹാസനത്തിലെ ആ ന്യായവിധിയുടെ സമയത്തിനും ഇടയ്ക്ക് വെച്ച് ദൈവം മിക്കവാറും ഈ ഇപ്പോഴുള്ളതായ ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഘടനയെ മാറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് പൊതുവെ ഉള്ളത്. 2 പത്രോസ് 3ാം അധ്യായത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഉള്ളതായ ഒരു സാധ്യതയാണ് ഉള്ളത്. അതിനുശേഷം വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, ദൈവം അത് സൃഷ്ടിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ളതായ സൂചനകള് പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 65ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം, അതുപോലെ 2 പത്രോസ് 3ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയൊക്കെയുള്ള ഭാഗങ്ങളിലും, അതുപോലെ വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിലൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിലെ പുതിയ യെരൂശലേം ഉൾപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇത് എന്നേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു യുഗമായിട്ട് അതിനെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിലെ ഒരു തരത്തിലുള്ളതായ പാപമോ അല്ലെങ്കിൽ പാപികളോ ഒന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. ദൈവം താൻ നിത്യകാലം ഭരണം നടത്തും. അപ്പൊ ഇതൊക്കെ മുന്നോട്ട് പോകുന്നതായ സംഭവ വികാസങ്ങളുടെ ഒരു ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തില്
മരണപ്പെടുന്നതായ വിശ്വാസികളുടെ ഓരോ അനുഭവം അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ വാസ്തവത്തിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വിഷയം അതാണല്ലോ. ക്രിസ്തു വിശ്വാസിയുടെ നിത്യതയുടെ അനുഭവം വാസ്തവത്തില് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, ഇതൊക്കെയുള്ളത് നമ്മുടെ ചിന്തയിൽ വരുന്നതായ വിഷയമാണ്. മരണപ്പെടുന്നതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവ് കർത്താവിന്റെ അടുക്കിലേക്കാണ് പോകുന്നത് എന്ന സൂചനയാണ് നമുക്ക് കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസും അത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തില് ഈ മനുഷ്യന്റെ ഈ നിലയിലുള്ള ഒരു ശാരീരികമായ മരണത്തിനും പിന്നീട് സംഭവിക്കുവാനായിട്ട് പോകുന്ന പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ളതായ സമയത്തെ ഈ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്നാണ് സാധാരണഗതിയിൽ വിളിക്കാറ്. ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ വിശ്വാസിയുടെ ശരീരം കല്ലറയിലേക്ക് പോകുന്നു, ആത്മാവ് ഉടനെ തന്നെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. പൗലോസ് അങ്ങനെയാണല്ലോ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കാനായിട്ട് എനിക്ക് കാംക്ഷയുണ്ട്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5:8 പൗലോസ് പറയുന്നത്, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പൊ പൗലോസ് ഇത് പറയുമ്പോൾ ഇത് തനിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. മരണപ്പെടുന്ന എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഇത് ബാധകമാണ്. ശരീരം വിട്ടാൽ ഉടനടി ഈ ആത്മാവ് എവിടെയാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർത്താവിനോട് കൂടി ഒപ്പമായിരിക്കും എന്നുള്ളതാണ്. കർത്താവ് കുരിശിലെ കള്ളനോട് അത് തന്നെ പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളുടെ മരണത്തില് ഉടനടി സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. തന്റെ ശരീരം കല്ലറയിലേക്ക് പോകുന്നു, പക്ഷെ ഉടനടി ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുന്നു. അതിനുശേഷം നടക്കുന്നതായ സംഭവമാണ്, പ്രധാനപ്പെട്ട സംഭവമാണ് റാപ്ചർ, ഉൽപ്രാവണം എന്നൊക്കെ പറയുന്നതായ സംഗതി. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരിക്കും ഈ മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് കർത്താവ് അത് പറയുന്നുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാല് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് അത് പറയുന്നുണ്ട്. വേദപണ്ഡിതരായിട്ടുള്ള ആളുകൾ ഈ സംഭവത്തെ കാണുന്നത് ഇത് സഭയുടെ ഉൽപ്രാവണം എന്ന നിലയിലാണ് വാസ്തവത്തിൽ ഈ സംഭവത്തെ കാണുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവരാണ് അവിടെ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നു. അതായത് ഇതിനോടകം മരണപ്പെട്ട വിശുദ്ധന്മാരുടെ ശരീരങ്ങള് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു സാഹചര്യം അവിടെ വരുന്നു. ഉൽപ്രാവണ സമയത്ത് സംഭവിക്കുന്ന അതാണ്. അതിനു മുൻപേ ആള് മരണപ്പെട്ടു, ആത്മാവ് ശരീരം കല്ലറയിലേക്ക് പോയി, ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോയി. ഒരുപക്ഷെ അനേക നൂറ്റാണ്ടുകൾ അതിനുശേഷം കഴിഞ്ഞു കാണും. പക്ഷേ വീണ്ടെടുപ്പിൻ്റെതായ ഈ സമയത്ത്, ഉൽപ്രാവണത്തിൻ്റെതായ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വിശുദ്ധന്മാരുടെ ശരീരങ്ങള് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതോടൊപ്പം സംഭവിക്കുന്നത് ജീവനോട് ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്, അവരും ദൈവസന്നിധിയിലേക്ക് വാസ്തവത്തില് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തില് പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15-ന്റെ 51 മുതൽ 55 വരെ പറയുമ്പോൾ പൗലോസ് പറയുന്നത്, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഈ നിലയില് ഉയർത്തപ്പെട്ട ശരീരത്തിന് ഈ ഭൂമിയില് ആയിരുന്നപ്പോ സംഭവിക്കുന്നത് പോലെയുള്ളതായ രോഗങ്ങളോ ജരാനരകളോ മറ്റു യാതൊന്നും സംഭവിക്കുന്നില്ല. അക്ഷയരായി നാം ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുനരുത്ഥാന ശേഷം ലഭിക്കാനായിട്ട് പോകുന്നതായിട്ടുള്ള ഒരു ശരീരം ഒരു ആത്മശരീരമായിരിക്കും എന്ന സൂചനയല്ല ഉള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമാകും. ശരീരത്തിലും മനസ്സിലും പൂർണ്ണമായിട്ടും രൂപാന്തരം പെട്ട, പാപത്തിൻ്റെതായ എല്ലാവിധമായ സാധ്യതകളിൽ നിന്നും വേർപെട്ടതായ ഒരു ശരീരം. നമ്മുടെ വൈകാരിക തലത്തിലോ നമ്മുടെ ആഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലോ നമ്മുടേതായ തീരുമാനങ്ങളിലോ ഒന്നും യാതൊരു തലത്തിലും പാപം ചെയ്യുവാനായിട്ട് സാധ്യതയില്ലാത്തതായ ഒരു ശരീരവും ആ നിലയിൽ രൂപാന്തരപ്പെട്ടതായ ഒരു ആത്മാവും വാസ്തവത്തിൽ ദൈവം നൽകുന്നു. അത് വാസ്തവത്തില് ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്നതായ മനോഹരമായ ഒരു കാര്യമാണ്. മനോഹരമായ ഒരു കാര്യം. അതിനെ തുടർന്ന് സംഭവിക്കുന്നതായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു, മില്ലേനിയം, 1000 ആണ്ട് വാഴ്ചക്കാലം. അപ്പൊ ചിന്ത ഇതാണ്, തേജസ്കരിക്കപ്പെട്ട ഈ നിലയിൽ പുനരുദ്ധാനം നടന്നു, ശരീരത്തിൽ തേജസ്കരണം സംഭവിച്ചു.
രൂപാന്തരപ്പെട്ടു. ഈ നിലയിലെ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് അടുത്ത എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? നമ്മൾ പൊതുവിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് ഉൽപ്രാവണത്തെ തുടർന്ന് ഈ ഭൂമിയിലെ മനുഷ്യരിൽ തന്നെ ധാരാളം ആളുകൾ ആ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏതാണ്ട് 1,44,000 വരുന്ന ആളുകളുടെ ആ സാക്ഷികളുടെ പ്രവർത്തന ഫലമായിട്ട് അനേക മനുഷ്യര് ഭൂമിയിൽ രക്ഷിക്കപ്പെടും. ഈ മഹോദര കാലത്തിന്റെ അവസാനം കർത്താവും അതുപോലെ പുനരുദ്ധാനം ചെയ്ത വിശുദ്ധന്മാരെല്ലാവരും അവര് ഭൂമിയിലേക്ക് വരികയും കർത്താവ് തന്നെ തന്റെ രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. അപ്പൊ ഈ രാജ്യത്തില് തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും അതേസമയം മഹോദര കാലഘട്ടത്തിലെ രക്ഷിക്കപ്പെട്ട എന്നാൽ ഒരുപക്ഷെ തേജസ്കരിക്കപ്പെടാത്തവരായ മനുഷ്യരും പങ്കുകാരാകാം. അതിനുള്ളതായ സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യവും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനെ തുടർന്നുള്ളതായ ഈ ഒരു 1000 വർഷത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ ആദ്യമേ പരാമർശിച്ചു. പുതിയ ആകാശം, പുതിയ ഭൂമി, ന്യൂ ഹെവൻ ആൻഡ് എർത്ത്. വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ, അതുപോലെ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ. പല വേദപണ്ഡിതന്മാരും ചിന്തിക്കുന്നത് ഈ 2 സ്ഥലത്തും നമുക്ക് ഒരേ സമയം പ്രവേശനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 2 സ്ഥലത്തും നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കാം എന്ന നിലയിൽ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പൊ ഈ സമയത്ത് തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാര് എന്താ ചെയ്യുന്നത്? ധാരാളം ചോദ്യങ്ങൾ ഉണ്ട്. ദൈവത്തെ ആരാധിക്കും എന്നുള്ളതാണ് പെട്ടെന്നുള്ള മറുപടി. നമുക്കറിയാം, വീണ്ടെടുക്കപ്പെട്ടവർ ആ നിലയിൽ തേജസ്കരിക്കപ്പെട്ടവരാണ് എങ്കിലും സർവജ്ഞാനികളായിരിക്കാനായിട്ടുള്ളതായ സാധ്യതയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റലക്ച്വൽ ക്യൂരിയസ് ആയിട്ടുള്ള ഒരവസ്ഥ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല എന്ന് പറയാനായിട്ടുള്ള സൂചനയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ധാരാളം കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കുവാനുമായിട്ട് തുടർന്നും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഒരുപക്ഷെ നിത്യതയിൽ തുടരുന്നതായ ഒരു വലിയ പഠനമായിരിക്കാം അത്. ഈ പാട്ടും ദൈവാരാധനയും മാത്രമേ ഉള്ളൂ, അതോ മറ്റു വിശുദ്ധന്മാരും ഒരുമിച്ചുള്ളതായ കൂട്ടായ്മ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഒരുപക്ഷെ ഭക്ഷണം ആസ്വദിക്കാനായിട്ട് സാധിച്ചേക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണ് കർത്തൃമേശ കാണാനായിട്ട് സാധ്യതയൊന്നുമില്ല. കാരണം ആ ശുശ്രൂഷയെ കുറിച്ച് കർത്താവ് പറയുന്നത് കർത്താവ് വരുവോളം അനുഷ്ഠിക്കാനായിട്ടുള്ള ഒന്ന് മാത്രമായിട്ടാണ് കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ 11:26 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ദൈവാരാധനയുടെ ഒരു കേന്ദ്ര വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമടക്കൽ പുനരുദ്ധാനമായിരിക്കും എന്നുള്ളതിന് നമുക്ക് സംശയമില്ല. ഇനിയും ഇത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും പല ചിന്താഗതികളും ധാരാളമായിട്ടുണ്ട്. നിത്യതയിൽ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുമോ? ഒരു ക്രിസ്തു വിശ്വാസിയുടെ അനുഭവം ദൈവത്തെ ആ നിലയിൽ കാണാനായിട്ട് സാധിക്കുമോ? ചോദ്യമാണ്. പുനരുദ്ധാനം ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീരത്തില് കണ്ണുകൾ ഉണ്ടാകും, നിശ്ചയമായിട്ട് തേജസ്കരിക്കപ്പെട്ട കണ്ണുകൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഒരു മാനുഷിക പ്രകൃതം നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും ആത്മാവാകിയാല് ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കില്ല. എന്നാല് ദൈവത്തിന്റെ പല ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസ്, അപ്പൊ അതിലൂടെ ദൈവം തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മേഘസ്തംഭമായിട്ട്, അഗ്നിത്തൂണായിട്ട്, സ്വർഗത്തിൽ നിന്നുള്ളതായ ശബ്ദമായിട്ടൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവം അറിയിക്കുന്നതായ സംഭവങ്ങൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സമയത്ത്, നിത്യതയുടെ സമയത്ത് ആ നിലയിലൊക്കെ ഉള്ളതായ ദൈവത്തിന്റെ ആ ഒരു സജീവമായ സാന്നിധ്യത്തിന്റെ ആ ഒരു പൂർണ്ണതയുടെ അളവിൽ ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ളതായ വലിയ സാധ്യത ആ സമയത്ത് നിശ്ചയമായിട്ടും കാണാനായിട്ടുള്ളതായ സാധ്യതയുണ്ട്. ഇനി അങ്ങനെയുള്ള സന്ദർഭത്തില് പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരിക്കലും നശിക്കാത്തതായ ഒരു ശരീരമായിരിക്കും നമുക്ക് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ സമയം ബൗദ്ധികവും ശാരീരികവുമായിട്ടുള്ള കഴിവുകൾ ഒരുപക്ഷെ ആയിരിക്കില്ല, ഒരേ നിലയിലുള്ളതായിരിക്കില്ല. വേദപുസ്തകം എന്താണെങ്കിലും ഈ കാര്യത്തിൽ നിശബ്ദമാണ്. നമ്മൾ നമുക്കത് അംഗീകരിക്കാൻ മാത്രമേ തരമുള്ളൂ. അധികം വിശദാംശങ്ങൾ നമുക്ക് അത് സംബന്ധിച്ച് കാണാനൊക്കെ ആയിട്ട് കഴിയുന്നില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അന്യോന്യം തിരിച്ചറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം മറുരൂപ മലയിൽ വെച്ച് തന്നെ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്ന മോശയെയും ഏലിയാവിനെയും ഒക്കെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്.
ഒരുപക്ഷെ അവർ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരാരാണെന്ന് ശിഷ്യന്മാര് തന്നെ അറിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അന്യോന്യം തിരിച്ചറിയാനായിട്ടുള്ളതായ സാധ്യത എന്തൊക്കെയാണെങ്കിലും നിശ്ചയമായിട്ടും ഉണ്ടാകും. പിന്നെയും ചോദ്യങ്ങൾ കൊണ്ട് ആ സമയത്ത് നമുക്ക് പാപം ചെയ്യാനായിട്ട് സാധിക്കുമോ? നമ്മുടെ എല്ലാ ശത്രുക്കളും പൂർണ്ണമായിട്ട് ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജഡശരീരത്തിന് രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. തേജസ്കരണം അതിന്റെ എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല പിശാചും അവന്റെ ദൂതന്മാരും തീപ്പൊയ്യിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ പാപത്തിൻ്റെതായ യാതൊരു വിധമായിട്ടുള്ള സ്വാധീനവും ആ നിലയിൽ നമ്മളെ ഭരിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് പാപം ചെയ്യാനായിട്ടുള്ളതായ ഒരു സാധ്യത ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ളതായ ചോദ്യങ്ങൾ ധാരാളം ഉണ്ട്. ഇനിയും പാപം ചെയ്യാനായിട്ടുള്ളതായ സാധ്യത ഉണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇല്ല? നമ്മുടെ ഫ്രീ വിൽ ഇല്ലേ എന്നൊക്കെയുള്ളതായ ചോദ്യം വ്യക്തമായ മറുപടികൾ ആളുകൾ പറയാറുണ്ട്. ഒരുപക്ഷെ ഇതിനെ തുടർന്ന് ഉള്ളതായ ചർച്ചാ സമയത്ത് ഇത് സംബന്ധിച്ചുള്ളതായ വ്യൂസ് പറയാനും പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. രണ്ട് കാഴ്ചപ്പാടുകൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ലിബർട്ടേറിയൻ വ്യൂ, അതുപോലെ തന്നെ കോമ്പാറ്റബിളിസ്റ്റിക് ഫ്രീഡം എന്ന് പറഞ്ഞ നിലയിലുള്ളതായ ഫ്രീ വിൽ ചിന്താഗതി. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ സഹോദരന്മാര് കൂടുതൽ വിശദാംശങ്ങൾ പറയാം, നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ നിത്യത അനുഭവത്തിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. നിത്യതയില് നമ്മുടെ ജീവിത പങ്കാളി, ഈ ഭൂമിയിൽ വെച്ചുള്ളതായ നമ്മുടെ ജീവിത പങ്കാളി, നമുക്കുള്ളതായ കുട്ടികള്, നമ്മുടെ കുടുംബാംഗങ്ങളിലുള്ള മറ്റ് മാതാപിതാക്കള്, ഇവരൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയുള്ളൊരു ബന്ധമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്? നിത്യതയുടെ അനുഭവത്തിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയായിരിക്കും? കർത്താവിനെ കൊടുക്കാനായിട്ട് സദൂക്യര് കർത്താവിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭൂമിയിൽ 7 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിൽ വെച്ച് ആരായിരിക്കും ഭർത്താവ്? മത്തായി 22-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെയുള്ള വാക്യത്തില് നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇതൊക്കെ ഒരു തെറ്റായ ചിന്താഗതിയാണ് എന്നുള്ള നിലയിലാണ്. അതായത് ഇവിടെ ഉള്ളതുപോലെ ആ ഒരു അർത്ഥത്തിലുള്ളതായ ഒരു ഫാമിലി ലൈഫ് അവിടെ ഉണ്ടാകും എന്ന് കർത്താവ് പറയുന്നില്ല. അപ്പൊ അതിനർത്ഥം ജീവിത പങ്കാളിയോടൊപ്പം ഒരുപക്ഷെ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നല്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് മാതാപിതാക്കളോടും കുട്ടികളോടും പങ്കാളിയോടും ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമുക്കുണ്ടായിരുന്ന നിലയിലുള്ള ഒരു ഫാമിലി ലൈഫ് ആയിരിക്കില്ല നമുക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു സൂചനയാണ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ട് ജീവിത പങ്കാളി ഇല്ല എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടി, അവിടെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തക്ക തുണയായിട്ട് മറ്റൊരാൾ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലെന്നുള്ളതാണ്. കാരണം താൻ തന്നെ പെർഫെക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പങ്കാളിയുടെ ആവശ്യം ആ നിലയിലില്ല. എന്തുകൊണ്ടൊരു ഭർത്താവ് ആ സമയത്ത് ആവശ്യമില്ല? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ കരുതാനും പ്രൊട്ടക്ട് ചെയ്യാനുമായിട്ടൊരു ഭർത്താവ് ആവശ്യമില്ല. കാരണം താൻ തന്നെ പെർഫെക്റ്റ് ആണ്, തേജസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്നുള്ളതായ ഒരു കുടുംബ ബന്ധം അവിടെ ആവശ്യമില്ല. കാരണം സന്താനങ്ങൾ അവിടെ ഉണ്ടാകാനായിട്ടുള്ള ഒരു ക്രമീകരണം അവിടെ ആവശ്യമില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണത്തിന്റെ ആവശ്യമില്ല. ആളുകൾ അന്യോന്യം തിരിച്ചറിയുന്നതായ സന്ദർഭമുണ്ടോ? തിരിച്ചറിയാനായിട്ട് എങ്ങനെ സാധിക്കും? നമ്മൾ അല്പം മുമ്പേ പറഞ്ഞതുപോലെ മറുരൂപാമലയിൽ വെച്ച് ശിഷ്യന്മാരെ തിരിച്ചറിഞ്ഞതുപോലെ ഉള്ള നിലയില് ഒരു പേഴ്സണൽ ഐഡന്റിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ജെൻഡർ, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിത്യതയുടെ സമയത്ത് പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടായിരിക്കും എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും തിരിച്ചറിയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെയൊക്കെയുള്ള സൂചനകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെയും ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വെച്ച് നമുക്ക് സംഭവിച്ചിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അനേക സംഭവങ്ങൾ ജീവിതങ്ങളിൽ ധാരാളമുണ്ട്. നമുക്ക് ഒരുപക്ഷെ ഒരിക്കലും മറക്കാനായിട്ട് കഴിയാത്ത വലിയ ദുരന്തങ്ങള്, ദുഃഖകരമായ ചില സംഭവങ്ങള്, ഇതൊക്കെ നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അത് നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? അതൊരു ചോദ്യമുണ്ട്. നമുക്ക് ലഭിച്ചതായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ഓർക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ദുരന്തങ്ങളും മോശ അവസ്ഥകളും ഓർമ്മിക്കുകയില്ല എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല.
എന്നാൽ അതിന്റെ ഒരു മറുവശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിത്യതയുടെ ആ ഒരു സമയത്താണ് എന്തുകൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു എന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വെച്ച് നമുക്ക് ഒരുപക്ഷെ അതിന്റെ പൂർണ്ണ അളവിൽ എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എന്നാൽ നാം തേജസ്കരിക്കപ്പെട്ടു, നാം ആ നിലയിൽ രൂപാന്തരപ്പെട്ട് ദൈവസേനയിൽ ആയിരിക്കുന്ന സന്ദർഭത്തില് നമ്മുടെ ഇങ്ങനെയുള്ളതായ അനേക ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും. നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ അനുഭവവേദ്യം ആകുന്നത്, അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ബോധ്യമാകുന്നത് നിത്യതയുടെ ആ ഒരു സമയത്തായിരിക്കും. മാത്രവുമല്ല, ആത്യന്തികമായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി അത് തീർത്തത് എന്നത് സംബന്ധിച്ചും ഒരു കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആ ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നതായി ഇരിക്കുകയില്ല. നമ്മൾ ആ സംഭവത്തെ കുറിച്ചുള്ളതായ ശരിയായ ഒരു അബോധം വാസ്തവത്തില് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് ആ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒന്നാകുകയില്ല. ഇതേ ചോദ്യം വേറൊരു നിലയിൽ നമുക്ക് ഉണ്ടാകാം. ക്രിസ്തുവിൽ വിശ്വസിക്കാതെ നരകശിക്ഷയ്ക്ക് യോഗ്യരായിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത ആളുകള്, അവരുടെ അവസ്ഥ അത് നമ്മളെ വേദനിപ്പിക്കില്ലേ? ചോദ്യമായിരിക്കാം. അപ്പൊ ദൈവത്തിന്റെ നീതി എന്താണ്, ദൈവം നീതിയോട് ഏത് നിലയിലാണ് പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പല നിലകളിലുള്ളതായ ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ട്, ദൈവം കൃപ കാണിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വാദഗതികളൊക്കെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിത്യതയുടെ ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, ആ ഒരു തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ ശരിയായ നിലയിൽ കാണാനും മനസ്സിലാക്കാനും ബോധ്യപ്പെടുവാനും ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് നാം വ്യത്യാസപ്പെടുമ്പോൾ, രൂപാന്തരപ്പെടുമ്പോൾ ഇങ്ങനെയുള്ളതായ ഈ ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ദൈവം വാസ്തവത്തിന്റെ ഏത് നിലയിലൊക്കെ പ്രവർത്തിച്ചതിന്റെ പുറകിലുള്ളതായ വ്യക്തത നമുക്ക് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് നമുക്ക് സങ്കടത്തിനോ മറ്റ് പ്രശ്നത്തിനോ ഒന്നും പ്രസക്തിയില്ല. നമുക്ക് അതിനൊക്കെയുള്ളതായ വ്യക്തതയും ബോധ്യതയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ലോകത്തിലായിരുന്ന സന്ദർഭത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമുക്ക് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു. കർത്താവിന്റെ വലിയ പരിപാടി ഇനിയും ഭൂമിയിൽ നടക്കുവാനായിട്ട് ഇരിക്കുന്നു. അതിനു മുന്നമേ നാം ഇവിടെ വെച്ച് മരണപ്പെടുന്നു എന്ന് വരികില് നമുക്ക് പേടിക്കാനായിട്ട് തെല്ലുമില്ല. നമ്മുടെ ആത്മാവ് നിത്യതയിൽ ദൈവത്തോടു കൂടി തന്നെയായിരിക്കും. എന്നാൽ വീണ്ടെടുപ്പിന്റെ നാളില് നമ്മുടെ ശരീരം അത് എത്ര അഴുകിപ്പോയ ഒരു ശരീരമായെങ്കിലും അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കുവാനായിട്ട് പോകുന്ന വലിയൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ പരിപാടി എന്ന് പറയുന്നത്, കർത്താവിന്റെ വലിയൊരു ആഗ്രഹവും കർത്താവിനോടൊപ്പം ദൈവരാജ്യത്തിൽ നാമം ആയിരിക്കുന്നതായ മനോഹരമായ ആ ഒരു സന്ദർഭമൊക്കെയാണ് വാസ്തവത്തില് കർത്താവ് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കത് തിരുവചനം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. നമ്മൾ പ്രാരംഭത്തിലെ ചിന്തിച്ചതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതും മൂല്യമുള്ളതുമായ കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഈ ഭൂമിയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ആരംഭത്തിലെ ചിന്തിച്ചു, പിതാവായ ദൈവം അവിടെയാണ്, കർത്താവായ യേശു ക്രിസ്തു, പഴയ പുതിയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കള്, നമ്മുടെ പ്രതിഫലം തുടങ്ങി നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എവിടെയാണ്? നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണ്? നമ്മുടെ പേരെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതൊക്കെ വാസ്തവത്തില് സ്വർഗത്തിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ളതായ നിസ്സാരമായ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ വഴക്ക് കൂടുന്നവരും പിണക്കമുള്ളവരും ഒക്കെ ആയിട്ട് ജീവിക്കാതെ, അതിനപ്പുറം കർത്താവ് ഒരുക്കുന്നതായ ആ രാജ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് നിത്യതയുടെ വെളിച്ചത്തില് ഇന്ന് ഭക്തിയോടെ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ധാരാളമായിട്ട് കൃപ തരട്ടെ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലെ വാക്യവും കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. 2 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ഇങ്ങനെ പറയുന്നു.
3-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളില് 10-ാമത്തെ വാക്യം കൂടെ വായിക്കാം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും. കർത്താവ് തന്റെ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും. അത് കൃത്യമായ സമയത്ത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഭൂമിയിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പത്രോസ് പറയുന്നത് നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിട്ട് ഇവിടെ തുടരേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ നിത്യതയുടെ വെളിച്ചത്തിൽ വളരെ ഭക്തിയോടെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നിത്യതയെക്കുറിച്ചുള്ളതായ വലിയ ദർശനത്താല് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങൾ കൂടുതലുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ടായിരിക്കും ചിലതൊക്കെ പറഞ്ഞപ്പോ പോസിബിലിറ്റിയെ പോലെ അങ്ങനെ ആയിരിക്കും എന്നുള്ളതായിരിക്കുന്ന നിലയില് സാർ പറഞ്ഞത്. ഒരുപക്ഷെ നിത്യതയിലായിരിക്കാം നമുക്ക് മിക്കവാറും ഉത്തരങ്ങൾ കിട്ടുക. ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒട്ടൊക്കെ അവ്യക്തമായിരിക്കുന്ന അതും എന്നാൽ പൂർണ്ണമല്ലാത്തതുമായിരിക്കുന്ന ഒരുപാട് മറുപടികൾ കിട്ടും. നിത്യതയിൽ കർത്താവ് അതെല്ലാം ആ സംശയത്തിനെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് നിവൃത്തി വരുത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫെലിസ്തീൻകാരൻ പറഞ്ഞപ്പോ സ്വർഗം എവിടെ എന്നുള്ളതായിരിക്കുന്ന ചോദ്യമൊക്കെ ചോദിച്ചു. ഒരുപക്ഷെ സ്വർഗം എവിടെ എന്നുള്ളതിനേക്കാൾ ഏറെ പ്രസക്തമായിരിക്കുന്നത് അതിന്റെ സ്വഭാവവും അതിന്റെ പ്രത്യേകതകളും കർത്താവിന്റെ സജീവമായിരിക്കുന്ന ആ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ആയിരിക്കും അതിനെ മഹത്തരമാക്കുക എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചതായിരിക്കുന്ന ആ ഒരു ചോദ്യങ്ങൾ ഇതിനു ശേഷം നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ചോദിക്കാം. ഏതൊക്കെ നിലയിലാണെങ്കിലും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയതായിരിക്കുന്ന ആ ഒരു നന്മ, ആ ഒരു അനുഗ്രഹം, അത് നിത്യതയിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും എന്നുള്ളത് വലിയൊരു ഈ ജീവിതത്തില് വലിയൊരു പ്രചോദനമാണ് കർത്താവിനായിട്ട് നിൽക്കാൻ. അങ്ങനെ അനേക അനുഗ്രഹങ്ങള് അതിന്റെ തേജസ്സും മഹത്വവും ഒക്കെ നമ്മുടെ കർത്താവിനായിട്ട് ജീവിക്കുവാനായിട്ടും ഈ ജീവിതത്തെ ഭക്തിയോടെ നിലനിൽക്കാനായിട്ടും നമ്മെ പ്രചോദിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്.